നമസ്കാരം. വി ഡി സതീശിൻ്റെ പുതിയൊരു കണ്ടെത്തലുണ്ട്. കണ്ടെത്തൽ എന്താണെന്ന് ചോദിച്ചാൽ, സർക്കാർ വല്ലാണ്ട് പാനിക്കായിരിക്കുന്ന ഒരവസ്ഥ. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ സർക്കാർ വല്ലാത്ത ഒരു ഭയപ്പാടോട് കൂടിയിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വന്നപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓടിപ്പിടിച്ചിട്ട് പല പരിപാടികളും ഇപ്പോൾ തന്നെ നമ്മുടെ ഹൈവേ വികസനം തന്നെ NH-66 വികസന പരിപാടികളൊക്കെ മാർച്ച് മാസത്തോടു കൂടി ഏകദേശം 400-ലധികം കിലോമീറ്ററുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. അതിനുവേണ്ടി കേന്ദ്രമന്ത്രിയെ അല്ലെങ്കിൽ കേന്ദ്രത്തിന് കത്തയക്കുന്നു. അതിനകത്ത് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെച്ച് ലാഗടിപ്പിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെടുന്നു. ഇതൊക്കെ പാനിക്കായി നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളാണ്. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഒരു സർക്കാരും അത് തോറ്റുപോകുമോ എന്നുള്ള ഭയം. കാരണം 100-ലധികം സീറ്റുകളുമായി കോൺഗ്രസ് തിരിച്ചുവരവിനൊരുങ്ങുകയാണ്. അങ്ങനെ തിരിച്ചുവരവിനൊരുങ്ങുന്ന ഈ സമയത്ത് ആ ഒരു കോൺഫിഡൻസ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുമുണ്ട്. ഈ കോൺഫിഡൻസ് കണ്ടിട്ട്, ഈ ഒരു ആത്മവിശ്വാസവും ജനദ്രോഹം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആ ഒരു ഗതികേടും ഒക്കെ കണ്ടിട്ട് കോൺഗ്രസ്സിന് ഇതെല്ലാം കണ്ടിട്ട് ഇടതുപക്ഷ സർക്കാരിന് വല്ലാതെ ഭീതി കയറിയിരിക്കുന്നു. അതുകൊണ്ട് ഉടനെ പെട്ടെന്ന് തന്നെ ചാടിക്കേറി ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ ഒരു പരിപാടി ഇടതുപക്ഷ സർക്കാർ സംഘടിപ്പിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുവരെ കഴിഞ്ഞ 10 വർഷക്കാലമായി ശബരിമലയും വേണ്ടായിരുന്നു, ആഗോള അയ്യപ്പ സംഗമവും വേണ്ടായിരുന്നു, ഒന്നും വേണ്ടായിരുന്നു സർക്കാരിന്. ഇത് വി ഡി സതീശിൻ്റെ കണ്ടെത്തലുകളാണ്. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന തരത്തിലുള്ള അയ്യപ്പനെയും വേണ്ട, ശബരിമല വേണ്ട, ഇതൊന്നും വേണ്ടാതെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാർ പെട്ടെന്ന് തോൽവി ഭയന്നിട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പം അങ്ങനെ എല്ലാം കൂടെ അടപടലം തോറ്റുപോകുമെന്നുള്ള ഭയം കൊണ്ട് ഉടനെ ആഗോള അയ്യപ്പ സംഗമം അങ്ങോട്ട് നടത്തിക്കൊണ്ട് ഭൂരിപക്ഷ സമുദായത്തെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ശരിക്കും ഇടതുപക്ഷ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്തത് ഒരു ന്യൂനപക്ഷ സംഗമം കൂടി നടത്താൻ സംസ്ഥാന സർക്കാർ പദ്ധതിയിടുന്നു. അപ്പോൾ വീണ്ടും അത് ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി പദ്ധതിയിട്ടു, അതിൻ്റെ ഡേറ്റൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇവിടെ നിന്ന് നേരെ പോയി ഹൈക്കോടതിയിലേക്ക് പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷ സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ തീർച്ചയായും അവിടെ ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ള സാധ്യത അവർ മുന്നിൽ കാണുന്നു. അവിടെ ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയെ, ഒരു യുവതിയെ കൊണ്ടുവന്നിട്ട് അയ്യപ്പ സംഗമത്തിനെത്തിയ യുവതിയോട് പറയാം, നേരെ പോയി അങ്ങ് നിങ്ങൾ മല ചവിട്ടിക്കോ എന്ന് പിണറായി വിജയൻ പറഞ്ഞു വിട്ടാലോ? അതാണ് ഈ പറയുന്ന ആളുകളുടെ ഒരു ഭീതി. അങ്ങനെയാകുമ്പോൾ ശബരിമലയുടെ പവിത്രത നഷ്ടപ്പെടുമല്ലോ. ഇങ്ങനെ ഒരു ഭീതിയുടെ പുറത്താണോ ഈ ഹൈക്കോടതിയെ സമീപിച്ചത്? ഒരിക്കലുമല്ല. അതുണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ് ഭയപ്പെടുന്നത്. അപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ മുഴുവൻ എങ്ങനെയെങ്കിലും പ്രീണിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ വോട്ടടിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന അതിലെ പ്രമുഖ പിന്നെ അത് തന്നെയുമല്ല, എന്തുകൊണ്ട് വിരളി പൂണ്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, SNDPയും NSSും എന്ന് പറയുന്ന പ്രമുഖരായ 2 ഈ സമുദായ സംഘടനകൾ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ ആഗോള അയ്യപ്പ സംഗമത്തെ അനുകൂലിച്ചു കൊണ്ടെത്തി. അപ്പോഴേക്ക് ആണ് ഇവർക്ക് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. കാര്യം 2 പ്രമുഖ സമുദായ സംഘടനകൾ ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുമ്പോൾ പൂർണ്ണമായും അവർ ഒറ്റപ്പെട്ടു പോകുന്നു. അവരിലേക്ക് എത്തേണ്ട വോട്ടുകൾ പലതും എത്താതെ പോകുന്നു. അപ്പോൾ അതിൽ വിരളി പൂണ്ടിട്ട് ഉടനെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ വി ഡി സതീശനോടൊരു ചോദ്യം, അക്ഷരാർത്ഥത്തിൽ ആരാണ് ഭയപ്പെട്ടിരിക്കുന്നത്? ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണോ ഭയപ്പെട്ട് നിൽക്കുന്നത്, അതോ പ്രതിപക്ഷത്തിരിക്കുന്ന UDF ആണോ, അതോ പ്രതിപക്ഷത്തിലേക്ക് എത്തി നോക്കാൻ വേണ്ടിയിരിക്കുന്ന BJP ആണോ? ഇവരിൽ ആരാണ് യഥാർത്ഥത്തിൽ ഭയപ്പെട്ട് നിൽക്കുന്നത്? വി ഡി സതീശന് അറിയാം അതാരാണ് ഭയപ്പെട്ട് നിൽക്കുന്നതെന്ന്. പിന്നീട് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം നടത്തുന്നു. അതും വലിയ പ്രശ്നമാണെന്നേ. കാര്യം ന്യൂനപക്ഷ സംഗമം നടത്തി കഴിയുമ്പോൾ കേരളത്തിലെ ന്യൂനപക്ഷത്തെ കൂടെ ഇടതുപക്ഷത്തിന് അനുകൂല തരംഗത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു. അതും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. കാരണം ന്യൂനപക്ഷത്തിൻ്റെ ഒരു വിഭാഗത്തെ തന്നെ പരസ്പരം കൊത്തിക്കീറി എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന 2 പാർട്ടികളാണ്, ഒന്ന് കോൺഗ്രസും ഒന്ന് BJPയും. അതേത് ന്യൂനപക്ഷ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തീയ വിശ്വാസികളെ 2 തട്ടിലേക്ക് തിരിച്ച് ഇങ്ങനെ നിങ്ങൾ BJP ആവണമെന്ന് രാജീവ് ചന്ദ്രശേഖർ ചെന്ന് പറയുന്നു. അതിൻ്റെ പേരിൽ മുനമ്പം വിഷയം കത്തിക്കാനുള്ള ശ്രമം നടത്തി. ഏറ്റവും അവസാനം അത് പൊളിഞ്ഞ് പാളീസാവുന്നു. ക്രിസ്തീയ സ്നേഹം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് കേക്കും കൊണ്ട് അരമനകൾ തോറും കേക്കും കൊണ്ട് കയറിയിറങ്ങുന്നു. ആ സമയത്താണ് അങ്ങ് ഇവിടെ വെച്ച് ഗുവാഹട്ടിയിൽ വെച്ച് നമ്മുടെ 2 ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. ഛത്തീസ്ഗഡിൽ അവർ അറസ്റ്റിലാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടുകൂടി ആ ഒരു സാഹചര്യത്തോടുകൂടി BJP അക്ഷരാർത്ഥത്തിൽ ഭയപ്പെട്ടു.
കാര്യം ഇവിടെ ക്രിസ്തീയ പ്രീണനം നടക്കുമ്പോൾ അങ്ങ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത് ക്രിസ്തീയ പീഡനമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രണ്ട് വ്യത്യസ്ത തലങ്ങൾ കൂടി ആയിക്കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ബി ജെ പിക്കും ഭയപ്പാടുണ്ടായി. അപ്പം ഇനിയിപ്പോൾ ന്യൂനപക്ഷ സംഗമത്തിനെതിരായി ഇവിടെ കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ പടപൊരുതും. ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് കോൺഗ്രസ് ഭയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ബാങ്ക് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള ഒരു വലിയ വിഭാഗത്തെ എടുത്ത് തങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വി ഡി സതീശൻ അടക്കമുള്ള UDF നേതാക്കന്മാർ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ന്യൂനപക്ഷ സംഗമം കൂടി നടത്തി കഴിയുമ്പോൾ അത്തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളിലും വലിയ തോതിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുമെന്നുള്ള ഒരു വെപ്രാളം. അപ്പോൾ ആരാണ് ഭയന്നിരിക്കുന്നത്? വി ഡി സതീശൻ ആരാണ് ഭയന്നിരിക്കുന്നത്? പിന്നെ ഈ വി ഡി സതീശൻ ഇതെല്ലാം അതായത് UDFനുള്ളിലെ ഭയം വി ഡി സതീശൻ ഇടതുപക്ഷ സർക്കാരിൻ്റെ മേലെ കെട്ടിയേൽപ്പിക്കുകയാണെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കെട്ടിയേൽപ്പിക്കൽ ഉണ്ടാകുന്നത്? ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾ 100-ലധികം സീറ്റുകളോടുകൂടി തന്നെ ഇവിടെ സംസ്ഥാനത്ത് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ്. എന്നാൽ അപ്പോഴും അതിനെ കോൺഫിഡൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല, അത് വെറും ഒരു അഹങ്കാരം മാത്രമായി അവശേഷിക്കും. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോഴറിയാം മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വലിയ ഉൾപാർട്ടി പോര് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇന്നാട്ടിലെ പത്രം വായിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാൻ സാധിക്കും. ഒരു ഉൾപാർട്ടി പോര് നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിനുള്ളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു യുവ നേതാവിനെ സംരക്ഷിച്ചു പിടിക്കുന്നവരും തള്ളിക്കളയുന്നവരും എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. ഈ വി ഡി സതീശിനെ തന്നെ സൈബർ ആക്രമണത്തിലൂടെ വി ഡി സതീശിന്റെ നട്ടലിൽ ഒടിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ള യുവ നേതൃനിര. പിന്നെയോ ആര് മുഖ്യമന്ത്രിയാകുമെന്നുള്ള കിടമത്സരം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ. ഈ വി ഡി സതീശൻ പകല് പറയുന്നത് രാവിലെ പറയുന്നത്, ഉച്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല വന്ന് മാറ്റി പറയുന്നു. ഇവർ രണ്ടുപേരും പറയുന്നത് തെറ്റാണെന്ന് സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ പറയുന്നു. ഇവരെല്ലാം മണ്ടന്മാരാണെന്ന് K സുധാകരൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, കണ്ണൂരിൽ നിന്ന് പറയുന്നു. അപ്പം ഈ രീതിയിൽ ഒരു വലിയ തോതിലൊരു പാർട്ടി പോര് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യവും കോൺഗ്രസിലുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു കോൺഫിഡൻസ് അല്ല, ഇതൊരു അഹങ്കാരമാണ്. ഇത് ഓവർ കോൺഫിഡൻസ് എന്നോ അല്ലെങ്കിൽ അനാവശ്യമായ ഒരു ആത്മവിശ്വാസമെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന തരത്തിലാണ് വി ഡി സതീശന്റെ പോക്ക്. എന്നിട്ട് തൻ്റെ ഉള്ളിലുള്ള ആ ഭയത്തെ അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭയമായി കെട്ടിയേൽപ്പിക്കുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഇതിനൊരു ഇടതുപക്ഷക്കാർ പേടിത്തൂറികളാണെന്നൊക്കെ പറഞ്ഞു വരത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും അവരെ ഈ ഉദ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കണം. എന്നിട്ട് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഓരോ സമുദായ കാര്യങ്ങൾ നടത്തിക്കോളൂ, സമുദായ സംഗമം നടത്തിക്കോളൂ, പിന്നെ ഉപജാതി സംഗമങ്ങൾ നടത്തിക്കോളൂ ഇടതുപക്ഷ പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങ് മറ്റൊരു തലത്തിലേക്ക് കൊണ്ട് എത്തിക്കാനുള്ള സമീപനമാണ് അക്ഷരാർത്ഥത്തിൽ വി ഡി സതീശന്റെ ആ ഒരു പ്രസ് മീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇത് മാത്രമോ തന്നെയല്ല, ഇനിയിപ്പോൾ ഒരു അർബൻ കോൺക്ലേവ് നടത്തുന്നു. ഏകദേശം 229 വരുന്ന രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ പ്രതിനിധികൾ നമ്മുടെ കേരളത്തിലേക്ക് എത്താൻ പോകുന്നു ആ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ. അപ്പോൾ അങ്ങനെ കൂടി ആയി കഴിഞ്ഞപ്പോൾ, കാരണം ഇവിടെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ വി ഡി സതീശനുണ്ട്. ഇത്തരത്തിൽ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികളുടെ വിഭാവനം ചെയ്യുന്നുണ്ട്, ഒരു പ്രദർശന മേള സംഘടിപ്പിക്കുന്നുണ്ട്, അങ്ങനെ തുടങ്ങി നിരവധിയായ കാര്യങ്ങൾ സർക്കാർ അവിടെ പദ്ധതി ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കഴിയുമ്പോഴേക്കും വീണ്ടും ഈ ജനങ്ങളെല്ലാവരും ഈ പറയുന്ന അന്ന് കിറ്റ് കൊടുത്ത് വിജയിപ്പിച്ചു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെ എന്തൊക്കെയോ ഇവിടെ വികസന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാം, ഈ വി ഡി സതീശൻ തന്നെ പറഞ്ഞാണ്, നമ്മുടെ 6 വരി പാതയിലേക്ക് ചില വാഹനങ്ങൾക്ക് ട്രാക്ടർ അടക്കമുള്ള ട്രാക്ടർ, 2 വീലർ, 3 വീലർ തുടങ്ങിയവയ്ക്ക് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്കറിയാം, അതൊരാവശ്യമാണ്. കാരണം അതിവേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് ഈ പറയുന്ന ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഒരു ട്രാക്ടറോ 2 വീലറോ ഒക്കെ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ എന്നാൽ വി ഡി സതീശൻ പറഞ്ഞ് ഞങ്ങൾ അത് അനുവദിച്ചു കൊടുക്കും എന്നാണ് വി ഡി സതീശന്റെ പറച്ചിൽ. കാരണം അങ്ങനെയല്ല ഒരു കാര്യത്തെ സമീപിക്കേണ്ടത്. ഒരു വികസന പദ്ധതി നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുമ്പോൾ ആ വികസനം ഈ പറയുന്ന താഴേക്കിടയിലേക്കുള്ളവരിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ യുവതലമുറയിലേക്കും എത്തിക്കാനും അവർക്ക് അനുഗുണമായ വികസനങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയുമാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ അടങ്ങുന്ന ഇടതുപക്ഷ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ആ 6 വരി പാത വരുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നും അങ്ങ് കാസർഗോഡ് വരെയുള്ള ഒരു സാധാരണക്കാരൻ്റെ യാത്രയിൽ എത്രത്തോളം സമയം ലാഭിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ നമുക്കറിയാം, പുതിയ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോയ സമയത്ത് അന്ന് തൃക്കാക്കര അല്ലെങ്കിൽ ഇപ്പോഴത്തെ തൃക്കാക്കര MLA ആയിരുന്നു ഉമാ തോമസ് പറഞ്ഞത്, ഞങ്ങൾക്കൊക്കെ പതുക്കെ പോയാൽ മതി, ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിച്ചിരുന്നു.
ഈ അതേ ആള് മാറ്റി പറയേണ്ടി വരും. ഈ കഴിഞ്ഞ എയർ ആംബുലൻസ് മേടിച്ച സമയത്ത് ഇവിടെ വലിയ വിവാദം ഉണ്ടായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ കിംസിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ ഹൃദയവും വഹിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഹെലികോപ്റ്റർ ഹയാത്തിലെത്തിയിരുന്നു. അവിടെ നിന്ന് പറയുന്നത് അതെ ജോസഫാണ് അതിന് നേതൃത്വം വഹിച്ചത്. അതായത് തൃക്കാക്കരയിൽ മത്സരിച്ച ഒരാൾ. 4 മണിക്കൂറിനുള്ളിൽ ഇത് കൃത്യമായി ഇംപ്ലാന്റ് ചെയ്യപ്പെടണം, ഒരാളിൽ നിന്ന് വേർപെടുത്തുന്ന ഹൃദയം. അപ്പോൾ ഈ 4 മണിക്കൂർ സമയമുണ്ട്. ഈ 4 മണിക്കൂർ സമയം 7 മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് കിംസിൽ നിന്നും പിന്നെ എയർപോർട്ടിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ കയറ്റി ഹയാത്തിലെത്തുന്നു, അവിടെ 4 മിനിറ്റ് കൊണ്ട് ലിസി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. ഇതായിരുന്നു ആ ഒരു ട്രാവലിങ്ങിൻ്റെ ഒരു രീതി. ഇത് അവിടെയാണ് വേഗത എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ആവശ്യമായി വരുന്നത്. അപ്പം ഉമാ തോമസ് ചോദിച്ചാൽ ഇത്ര ധൃതി ആർക്കാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ധൃതി ഉണ്ടെന്നേ. എല്ലാവർക്കും ധൃതിയുണ്ട്. എല്ലാവർക്കും എത്രയും വേഗം അവരുടെ ഡെസ്റ്റിനേഷനുകളിലേക്ക്, അവർ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ അവർക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോഴും അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള ചില പിന്തിരിപ്പൻ സമീപനങ്ങളുമായി ഇനിയുള്ള കാലം ഇവിടുത്തെ യുവാക്കളെ അട്രാക്ട് ചെയ്യാമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അത് വേണ്ട. വി ഡി സതീശൻ്റെ ഭയപ്പാട് അതാണ്. കാരണം ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം കൂടി വരുന്നു. ഇവിടെ നമുക്ക് കേരളീയം പോലെ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുകയും യുവാക്കളുടെ വലിയ തോതിലുള്ള ഒരു കുത്തൊഴുക്കുണ്ടാകുകയും അവർ കാണാൻ കാത്തിരുന്ന പല കാര്യങ്ങളും അവരുടെ കൺമുമ്പിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത ഒരു വലിയ പരിപാടിയായിരുന്നു കേരളീയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പം ഇങ്ങനെ തുടങ്ങി നിരവധിയായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലെല്ലാം ഇവർക്ക് ആകപ്പാടെ ചെയ്യാനുള്ളത് അവരുടെ ഫണ്ട് വെട്ടിപ്പ് കേസ്. ഇപ്പം നമുക്കറിയാം ടൗൺഷിപ്പ്, വയനാട്ടിൽ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു. അതും സർക്കാരിൻ്റെ ഒറ്റയടിക്കുള്ള തീരുമാനമാണ്. എവിടെ ഈ പറയുന്ന ഈ സ്വന്തം ഒരു പാർട്ടി കയ്യിലിരുന്നിട്ടും രാജ്യവ്യാപകമായി നിരവധി കോൺഗ്രസ്സുകാർ കയ്യിലുണ്ടായിരുന്നിട്ടും രാഹുൽ ഗാന്ധി 100 വീട് പ്രഖ്യാപിച്ചിട്ടും യൂത്ത് കോൺഗ്രസ്സുകാർ 30 വീട് പ്രഖ്യാപിച്ചിട്ടും എന്തെങ്കിലും ഒരു നീക്കം നടത്തിയെടുക്കാൻ കാലം ഇത്ര കഴിഞ്ഞിട്ടും ഏകദേശം 1 വർഷത്തിന് മുകളിലേക്ക് എത്തിക്കഴിയുമ്പോഴും ഈ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവരെത്രയും വേഗം തീർത്തു കൊടുത്തത് മറിയക്കുട്ടി ചേട്ടത്തിക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്ന ഒരു ഉദ്യമമായിരുന്നു KPCC യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തിയത്. കാരണം എന്താണ്? അവർ കറുത്ത ചട്ടിയും കൊണ്ട് അവർ റോഡിലേക്ക് ഇറങ്ങി പ്രതിഷേധം നടത്തി സർക്കാരിനെതിരെ. അതുകൊണ്ട് അവർക്കൊരു വീട് വെച്ച് കൊടുത്തു. എന്നിട്ടും ആ മറിയക്കുട്ടി ചേട്ടത്തി അത് തട്ടിക്കളഞ്ഞിട്ട് അവർ നേരെ BJP-യിലേക്ക് പോയി ചേർന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ അതോടൊപ്പം തന്നെ അവിടെ ഓക്കി വന്നിട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് അവർ വീടൊരുക്കി, ഒരു ഫ്ലാറ്റ് സമുച്ചയം തന്നെ ഒരുക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കണ്ടു. അപ്പം ഇതൊക്കെ സംസ്ഥാന സർക്കാർ നടത്തി വന്ന വികസന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജനോപകാരപ്രദമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആളുകളിലേക്ക് എത്തുമെന്നുള്ള ഭയം, ആ ഭയം ശരിക്കും പിടികൂടിയിരിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഇതുവരെ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കാൻ കഴിയാത്തൊരു പാർട്ടി. എന്തിനേറെ പറയാൻ K. കരുണാകരൻ എന്ന് പറയുന്ന അവരുടെ നേതാവിന്, സ്ഥാപക നേതാവിന് പോലും ഒരു സ്മാരകം പണിയാൻ പോലും പണം പിരിച്ചു കിട്ടാത്ത ഗതികേടിലെത്തി നിൽക്കുന്ന ഒരു പാർട്ടി. ആ ഫണ്ടിനകത്ത് മുച്ചൂടും കട്ടുമുടിക്കുന്ന കുറേയധികം പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം മുച്ചൂടും കട്ടുമുടിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകർ. അപ്പോൾ ഇങ്ങനെയുള്ളവരെ എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ആരാണ് ശരിക്കും ഭയക്കേണ്ടത്? സർക്കാർ സംവിധാനം അല്ലെങ്കിൽ പിണറായി വിജയനാണോ ഭയക്കേണ്ടത്, VD സതീശനാണോ എന്ന് VD സതീശൻ ഇരുത്തി ഒന്ന് ചിന്തിക്കുക. അപ്പോൾ മനസ്സിലാവും ഭയപ്പാട് ആർക്കാണ് വേണ്ടതെന്ന്. ഈ 100 സീറ്റ് എന്ന് പറയുന്നത് വെറും വ്യാമോഹം മാത്രമായി ഒതുങ്ങും. കാരണം ഈ പറയുന്ന പോലെ ലീഗ് ഇപ്പം തന്നെ ആടിക്കുഴഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ലീഗ് നിൽക്കുന്നത്. അപ്പോൾ ലീഗ് ഏത് സമയത്തും മറുകണ്ഠം ചാടിയേക്കാം. അങ്ങനെ ഒരു നീക്കം നടന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഭയക്കേണ്ടത് അക്ഷരാർത്ഥത്തിൽ VD സതീശൻ തന്നെയാണെന്ന് നമുക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും. ആദ്യം ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുക, അത് കഴിഞ്ഞ് അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഏതെങ്കിലും കാലഘട്ടത്തിൽ കഴിഞ്ഞാൽ മാത്രമേ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ എടുക്കാൻ കോൺഗ്രസിന് ആവതുണ്ടാകൂ.